സെറ്റിംഗ് ഇൻ ടു ദ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ മോഡൽ. ഇന്ത്യയിലെ IIT-കളെ കുറിച്ച് ഡോക്ടർ ടിജു തോമസ് എഴുതിയ ഒരു ആർട്ടിക്കിളിന്റെ ടൈറ്റിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ IIT-കളിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ലേണിംഗ് പ്രോഗ്രാമിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പക്ക ഹൈബ്രിഡ് മോഡലാണ്. കാരണം ഒരു ട്രഡീഷണൽ രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയമെടുത്തും എഫേർട്ട് എടുത്തും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളും ആർജിച്ചെടുക്കേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ടെക്നോളജിയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഓഫ്ലൈൻ ലേണിംഗിന്റെ ആ ഒരു പോസിറ്റീവ് സൈഡുകളും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് എത്തുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ അതിശയിപ്പിക്കുന്ന സമയക്കുറവിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഹൈബ്രിഡിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾ എത്തുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീർത്തും ഹൈബ്രിഡിനെ ആശ്രയിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ക്യാമ്പസുകളായിരിക്കും. അതുപോലെ തന്നെ എയിംസിൽ നടന്ന ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ട് ഈ അടുത്ത് പുറത്തു വരികയുണ്ടായി. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിലാണ് അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എയിംസ് ഡൽഹി സ്റ്റഡീസ് ഷോ ഹൈബ്രിഡ് ലേണിംഗ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ലേണിംഗ് പ്രോസസ്സ് ലേണിംഗ് പ്രോഗ്രാമുകളൊക്കെ ഇനി ഹൈബ്രിഡിലേക്ക് മാറാൻ പോവുകയാണ്. ഹൈബ്രിഡ് ആണ് ഇനി മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ എന്നാണ് ആ സ്റ്റഡീസ് പറയുന്നത്. അതിൽ ഒത്തിരി ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഹൈബ്രിഡ് ഉപയോഗപ്പെടുത്തി ടെക്നോളജിയുടെ എല്ലാ സാധ്യതയും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫിസിക്കൽ പ്രസൻസിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു രീതിയും ട്രഡീഷണൽ രീതിയും അതോടൊപ്പം ഓൺലൈനും കൂടെ ബ്ലെൻഡ് ചെയ്ത് ടെക്നോളജിയുടെ സാധ്യതയും കൂടെ ബ്ലെൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് പെട്ടെന്ന് നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നാണ് ആ റിസൾട്ടിന്റെ ഒരു രത്നച്ചുരുക്കം. വിച്ച് സേസ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ നീങ്ങുന്നത് ഹൈബ്രിഡ് മോഡലിലേക്ക് തന്നെയാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടെത്തുന്ന ക്യാമ്പസുകളൊക്കെ നിങ്ങൾ എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് ടെക്നോളജിയുടെ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും, ഒരു ലേണിംഗ് പ്രോസസ്സിലേക്കായിരിക്കും നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്നത്. സോ ആ ഒരു ഹൈബ്രിഡിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇനി ഭാവി ഹൈബ്രിഡ് തന്നെയായിരിക്കും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം, ഞാൻ മുമ്പേ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം IIT മദ്രാസ് മുന്നോട്ട് വെക്കുന്ന ഹൈബ്രിഡ് മോഡലും ഡൽഹി എയിംസ് മുന്നോട്ട് വെക്കുന്ന ഹൈബ്രിഡ് മോഡലും വ്യത്യസ്തമായ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ഒന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്, പിന്നെ ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇത് രണ്ടിന്റെയും രീതികളും അവരുടെ പ്രോഗ്രാമുകളും വ്യത്യസ്തമാണെങ്കിലും അൾട്ടിമേറ്റ്ലി ദ ബ്ലെൻഡിങ് ഓഫ് ഓൺലൈൻ ഫീച്ചേഴ്സ് ആൻഡ് ഓഫ്ലൈൻ ഫീച്ചേഴ്സ് വിൽ മേക്ക് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഇൻ ദിസ് ഫീൽഡ്. ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകൾ ഹൈബ്രിഡിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഹൈബ്രിഡ് എന്ന ആശയം നമ്മളേറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞവരാണ്. ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്, നിങ്ങൾക്കായി സൈലം ഒരുക്കി വെച്ചിരിക്കുന്നത് ഹൈബ്രിഡിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അഡ്വാൻസ്ഡ് ആയ ലേണിംഗ് പ്രോഗ്രാമാണ്. സോ അത്തരം ഒരു വലിയ ഹൈബ്രിഡിന്റെ എക്സ്പീരിയൻസ് ആണ് സൈലത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ വി വെൽക്കംസ് യു ടു എക്സ്പീരിയൻസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മോസ്റ്റ് ലേറ്റസ്റ്റ് ഹൈബ്രിഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്.